ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സജൂസ് ടേസ്റ്റ് ലാൻഡ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തികച്ചും നാച്ചുറലായിട്ടുള്ള രീതിയിൽ നരച്ച മുടി കറുപ്പിച്ചെടുക്കാൻ പറ്റുന്ന വളരെ എഫക്റ്റീവായിട്ടുള്ള നല്ലൊരു ഹോം റെമഡിയാണ്. അപ്പോൾ നമുക്കറിയാമല്ലോ, ഇന്നൊക്കെ വളരെ ചെറുപ്പം മുതലേ തന്നെ എല്ലാവരിലും നര കണ്ടു തുടങ്ങാറുണ്ട്. കുട്ടികളിൽ പോലും നര കാണാറുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ കെമിക്കൽ ഡൈകളൊക്കെ യൂസ് ചെയ്യുകയാണ് പതിവ്. അപ്പോൾ 1-2 ആഴ്ചയൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ മുടി കംപ്ലീറ്റ് തന്നെ നരച്ച് വരികയാണ് ചെയ്യാറുള്ളത്. മാത്രമല്ല, ഒരുപാട് അലർജി പ്രശ്നങ്ങൾ നമ്മൾക്ക് അതുമൂലം ഉണ്ടാവാറുണ്ട്. മുടി കൊഴിച്ചിൽ, താരന്, അതുപോലെ തന്നെ ചെറിയ ചെറിയ കുരുക്കൾ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം നമ്മളെല്ലാവരും നേരിടുന്നതാണ്. എന്നാൽ ഇതുപോലെയുള്ള യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവാത്ത നല്ലൊരു റെമഡിയാണ് കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചെമ്പരത്തി പൂവാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. നമുക്ക് കൂടുതൽ കിട്ടും എന്നുണ്ടെങ്കിൽ അത് അത്രത്തോളം തന്നെ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ളത് യാതൊരു നിർബന്ധമില്ല. നമുക്ക് തലേന്ന് പൂക്കളോ അതല്ലെങ്കിൽ മൊട്ടുകളോ ഒക്കെ എടുക്കാവുന്നതാണ്. പ്രാണികളൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നിങ്ങൾക്ക് പൂവ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കിതിന് പകരമായിട്ട് ഇതിൻ്റെ പൊടി നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ അത് നമുക്ക് എടുത്താലും മതിയായിരിക്കും കേട്ടോ. അപ്പോൾ മുടി കൊഴിച്ചിൽ മാറാൻ, മുടി നന്നായിട്ട് വളരാൻ, മുടിക്ക് നല്ല കറുപ്പ് കളർ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ചെമ്പരത്തിപ്പൂവ്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് പനിക്കൂർക്കയിലയാണ്. അപ്പോൾ പനിക്കൂർക്കയില നമുക്ക് മുടി കറുപ്പിക്കാൻ വേണ്ടി മാത്രമല്ല, എന്തെങ്കിലും അലർജി പ്രശ്നങ്ങൾ, നമ്മൾ എന്തെങ്കിലുമൊക്കെ പാക്കുകളോ ഡൈകളൊക്കെ യൂസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും അലർജി പ്രശ്നങ്ങൾ, നീരിറക്കം, ജലദോഷം ഇങ്ങനെയുള്ള പ്രോബ്ലംസൊക്കെ ഉണ്ടാവുന്നവർക്ക് ഇത് ഉപയോഗിക്കുന്നത് ഒരുപാട് ഗുണം ചെയ്യും കേട്ടോ. അപ്പോൾ പനിക്കൂർക്കയില ഒരുപാട് മെഡിസിനൽ വാല്യൂസ് ഉള്ളതാണ്. അപ്പോൾ ഇത് നമുക്ക് ഇതുപോലെ ഒരു 2-3 ഇലയൊക്കെ ആയിട്ട് നമുക്കിതിലേക്ക് ഒന്ന് പിച്ചിയിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് മുരിങ്ങയിലയാണ്. അപ്പോൾ മുരിങ്ങയില എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണെന്ന് തോന്നുന്നു. ഇത് നമുക്ക് ഭക്ഷണത്തിൽ കഴിക്കുക എന്നത് മാത്രമല്ല, നമ്മുടെ മുടിക്ക് നമ്മളിത് യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് ഗുണം നമുക്ക് കിട്ടുന്നതാണ്. മുടി നന്നായിട്ട് പെട്ടെന്ന് ഫാസ്റ്റായിട്ട് വളർന്നു വരാൻ വേണ്ടിയിട്ട്, മുടിക്ക് പെട്ടെന്ന് തന്നെ നല്ല ഉള്ളു വയ്ക്കാൻ വേണ്ടിയിട്ട് ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ മാറാൻ ഹെൽപ്പ് ചെയ്യും. മുടിക്ക് നല്ലൊരു ബ്ലാക്ക് കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതും പ്രത്യേകിച്ച് അളവൊന്നും ഞാൻ പറയുന്നില്ല. നമ്മൾ എത്രത്തോളം തയ്യാറാക്കുന്നുണ്ട് അതിനനുസരിച്ച് തന്നെ നമ്മൾ എടുക്കുക. മാത്രമല്ല, ഇനിയിപ്പോൾ മുരിങ്ങയിലൊക്കെ എല്ലാവരുടെ വീട്ടിലും ഉള്ളത് തന്നെ ആയിരിക്കും. ഇനി അഥവാ ആരുടെയെങ്കിലും വീട്ടിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ പൊടി നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടുന്നതാണ്. ഓൺലൈനിലൊക്കെ നോക്കിയാൽ നമുക്ക് ഒരുപാട് കാണാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അത് എടുത്താലും മതിയായിരിക്കും. ഇപ്പോൾ ഏകദേശം ഒരു പിടിയോളൊക്കെ തന്നെ ഞാൻ മുരിങ്ങയില എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി മുടി പെട്ടെന്ന് തന്നെ വളർന്ന് നല്ല നീളം വെച്ച് നല്ല ഉള്ളൊക്കെ ആയിട്ട് വളർന്നു വരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് കരിഞ്ജീരകമാണ്. അപ്പോൾ കരിഞ്ജീരകമൊക്കെ എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. നമുക്ക് കഴിക്കാനേ എന്നതുപോലെ തന്നെ നമ്മുടെ മുടിയുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും ഒരുപാട് ഗുണം ചെയ്യുന്നതാണ് കരിഞ്ജീരകം. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു സ്പൂണോളം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുടിക്ക് നല്ലൊരു കറുപ്പ് കളറ് കിട്ടാൻ വേണ്ടിയിട്ട്, താരം പോകാൻ വേണ്ടിയിട്ട്, മുടി കൊഴിച്ചിൽ മാറാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇനി നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കുറച്ച് ചായപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഞാൻ ഒരു സ്പൂൺ അളവിൽ ഞാൻ ചായപ്പൊടി എടുത്തിട്ടുണ്ട്. വലിയൊരു സ്പൂണാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ചെറിയ സ്പൂണൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 2 സ്പൂണൊക്കെ എടുക്കുക കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് പച്ച കർപ്പൂരമാണ് കേട്ടോ. പച്ചക്കർപ്പൂരം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ചിലർക്ക് എന്തെങ്കിലുമൊക്കെ അലർജി കാര്യങ്ങൾ ഉണ്ടാവാറുണ്ട്, ചൊറിച്ചിൽ, താരന് ഇങ്ങനെയുള്ളതൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പച്ചക്കർപ്പൂരം കൂടി ഇതിലേക്ക് എടുക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളമാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇതേപോലെ നമ്മുടെ ഈ ചേർത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് മുങ്ങി നിൽക്കാൻ പാകത്തിനുള്ള വെള്ളം നമുക്കിതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മളിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഇതിൽ ചേർത്തിരിക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻസിൻ്റെയും ആ ഒരു ഗുണങ്ങൾ മുഴുവൻ തന്നെ നമ്മുടെ ഈ ഒരു വെള്ളത്തിലേക്ക് കിട്ടുന്നത് പോലെ വേണം നമ്മളിത് തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ നമ്മളിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം തയ്യാറാക്കി എടുക്കാനായിട്ട്. അപ്പോഴാണ് നല്ലൊരു കളറിലേക്ക് നമുക്കത് കിട്ടുള്ളൂ. പെട്ടെന്ന് തന്നെ ഹൈ ഫ്ലെയിമിലിട്ട് തിളപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ആ ഒരു റിസൾട്ട് നമുക്ക് കിട്ടില്ല. ഇതേപോലെ കുറച്ചൊന്ന് കുറുകിയ രീതിയിലാവുന്നത് വരെ നമ്മൾ നന്നായിട്ടൊന്ന് തിളപ്പിച്ച് എടുക്കുകയാണ് വേണ്ടത് കേട്ടോ.
അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. നന്നായിട്ട് നല്ലൊരു ഡാർക്ക് ബ്രൗൺ കളറിലുള്ള ആ ഒരു വെള്ളമാണ് നമുക്ക് കിട്ടുന്നത്. ഇതേപോലെ നല്ല കൊഴുത്ത രീതിയിലുള്ളൊരു വെള്ളമാണ് നമുക്ക് കിട്ടേണ്ടത് കേട്ടോ. ഇനി നമുക്കിത് സ്റ്റവ് ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്കിതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുകയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, നോക്കുമ്പോൾ തന്നെ അറിയാം നല്ലൊരു കളറ് ഇപ്പോഴേക്ക് തന്നെ നന്നായിട്ട് തന്നെ നമുക്കൊരു നല്ലൊരു ഡാർക്ക് കളറിലേക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിത് ഒന്ന് തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് അരിച്ചെടുക്കുക, അല്ലെങ്കിൽ നമുക്ക് ആദ്യം തന്നെ അരിച്ചെടുത്തിട്ട് നമുക്കിത് നന്നായിട്ട് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുകയും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു തുണിയിൽ വെച്ചിട്ടൊക്കെ അരിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിലുള്ള ആ ഒരു കംപ്ലീറ്റ് വെള്ളം നമുക്ക് കിട്ടുന്നതായിരിക്കും. അല്ലെങ്കിൽ നല്ല ഒരു ചെറിയ ഇതേപോലൊരു അരിപ്പയിൽ അരിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ അറിയാവുന്നുണ്ടാവും ഇത്രയും വെള്ളമാണ് നമുക്കതിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് കേട്ടോ. ഇനി ഈ ഒരു വെള്ളം നമുക്ക് ഈ ഒരു വെള്ളം മാത്രമായിട്ട് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നല്ല എഫക്റ്റാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് നീലയമരിയാണ്. അപ്പോൾ നീലയമരി എടുക്കുമ്പോൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെയൊക്കെ ആ ഒരു ഡ്യൂപ്ലിക്കേറ്റ് നീലയമരിയൊക്കെ മാർക്കറ്റിലുണ്ട് എന്നൊക്കെ കേൾക്കാറുണ്ട്. മാത്രമല്ല ഇതിൻ്റെ എക്സ്പയറി ഡേറ്റൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം നമ്മളത് എടുക്കാനായിട്ട്. എക്സ്പയറി അടുത്തതോ കഴിഞ്ഞതോ ആയിട്ടുള്ളതൊന്നും എടുത്താൽ നമുക്ക് കറക്റ്റായിട്ടുള്ള ആ ഒരു റിസൾട്ട് കിട്ടില്ല. ശരിക്കും ഓർഗാനിക് ആയിട്ടുള്ള നീലയമരി എടുക്കുമ്പോഴാണ് നമുക്ക് ഒരു 100% റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. അതുപോലെ തന്നെ നമ്മളിത് എടുത്തതിന് ശേഷം ബാക്കി വരുന്നത് നമ്മൾ നന്നായിട്ട് കവർ ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. എയറൊന്നും കയറാത്ത രീതിയിൽ നന്നായിട്ട് ടൈറ്റാക്കി വെക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ മുടി കറുപ്പിക്കാൻ ഏറ്റവും ബെസ്റ്റാണ് നീലയമരി എന്ന് പറയുന്നത്. അപ്പോൾ ഇതും നമുക്ക് പ്രത്യേകിച്ച് അളവൊന്നും ഞാൻ പറയണില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്, നമ്മുടെ മുടിയിൽ എത്രത്തോളം നരയുണ്ട് അതിനനുസരിച്ചാണ് നമ്മളിത് എടുക്കേണ്ടത് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു വെള്ളം ഉണ്ടല്ലോ, അത് ചെറിയൊരു ചൂടോട് കൂടിയിട്ട്, അതായത് നല്ല ചൂട് പാടില്ല, ജസ്റ്റ് ഒരു ഇളം ചൂടോട് കൂടിയിട്ട് വേണം നമ്മൾ ഈ ഒരു നീലയമരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് കുറേശ്ശെയായിട്ട് ഒഴിച്ചിട്ട് നമ്മളിത് മിക്സ് ചെയ്തിട്ട് ഒട്ടും തന്നെ കട്ടകളില്ലാത്ത രീതിയിൽ മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഈ ഒരു രീതിയിലാണ് നമുക്കിത് കിട്ടിയിരിക്കുന്നത്. ഒരുപാട് ലൂസായിട്ടുണ്ടെങ്കിൽ നമുക്കിത് അപ്ലൈ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടാണ്. ഇനി നമ്മളിതൊരു 5 മിനിറ്റ് നേരത്തേക്ക്, 5-10 മിനിറ്റ് നേരത്തേക്ക് മാത്രം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. അപ്പോഴേക്കും തന്നെ അതിൻ്റെ ആ ഒരു കളറ് നല്ല ഒരു ഡാർക്ക് കളറിലേക്ക് വന്നിട്ടുണ്ടായിരിക്കും കേട്ടോ. ഇനി നമുക്കിത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യണമെന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ മുടി നന്നായിട്ട് വാഷ് ചെയ്ത് ഡ്രൈ ആക്കിയിട്ടുണ്ടായിരിക്കണം. അതായത് എണ്ണമയൊന്നും ഇല്ലാത്ത മുടിയിലാണ് നമ്മളിത് അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നത്. മാത്രമല്ല കുറച്ചൊക്കെ ഒരു ബ്രൗൺ കളറിലുള്ള മുടിയിൽ അപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്കതൊരു 100% റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ആ ഒരു നരയുള്ള ആ ഒരു ഭാഗത്തൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഓരോ മുടിയിലും തട്ടുന്നത് പോലെ തന്നെ നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കണം. മുടിയിൽ മുഴുവനായിട്ട് തന്നെ നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് കുറച്ചൊരു ഇതേപോലെ ഒരു ബ്രൗൺ കളറിലുള്ള മുടിയിലാണ് നമുക്കിതൊരു 100% റിസൾട്ട് കിട്ടുള്ളൂ. കംപ്ലീറ്റ് ആയിട്ട് നരച്ചിട്ടുള്ള മുടിയിൽ നമുക്കിത് 100% റിസൾട്ട് കിട്ടില്ല. അത് നമ്മൾ തുടർച്ചയായിട്ട് കുറച്ച് നാൾ യൂസ് ചെയ്യുമ്പോൾ മാത്രമാണ് കിട്ടുള്ളൂ. ഇത് നമുക്കൊരു 1 മണിക്കൂർ നേരത്തേക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. അതിനുശേഷം നമ്മൾ നോർമൽ വാട്ടറിലാണ് കഴുകി കളയാനായിട്ട് പാടുള്ളൂ. ഷാമ്പു, സോപ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ യൂസ് ചെയ്യരുത്. അപ്പോൾ നമുക്കിത് എനിക്കിത് നന്നായിട്ട് തന്നെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോഴിത് മുടി നന്നായിട്ട് നരച്ചിരിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ മാസത്തിൽ ഒരു 2-3 പ്രാവശ്യമായിട്ട് ട്രൈ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോഴാണ് നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ല് കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടുന്നതായിരിക്കും. ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു, ബൈ.